ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഹെർബാണ് കുങ്കുമപ്പൂവ്. പണ്ട് വെളുക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നുകൊണ്ടിരുന്ന കുങ്കുമപ്പൂവ് ഹൈലി എക്സ്പെൻസീവായ കുങ്കുമപ്പൂ. പക്ഷേ എക്സ്പെൻസീവ് ആണെങ്കിലും വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലൊരു ഹെർബാണ് നമ്മളുടെ കുങ്കുമപ്പൂവ്. എങ്ങനെയൊക്കെ ഇത് കഴിക്കാമെന്നാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരുമിച്ച് പൊടിച്ച് വെക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 5 സ്ട്രാൻഡ്സ്, ശരിക്കും ഒരു 5 സ്ട്രാൻഡ്സുടെ ആവശ്യമുള്ളൂ കുങ്കുമപ്പൂവിൻ്റെ. ഒരുപാട് നമ്മൾ എടുത്ത് ഉപയോഗിക്കേണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം പൊടിച്ചെടുക്കാം. ചിലരിത് റോസ്റ്റ് ചെയ്യും, ഞാൻ ചൂടാക്കാറേ ഇല്ല കുങ്കുമപ്പൂവ്. ഇതൊന്ന് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത്ര പോലും നമുക്ക് ആവശ്യമില്ല, ഞാനിപ്പോൾ വീഡിയോയിലേക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. അതിന് ഇത്രയും പോലും വേണ്ടത് വളരെ കുഞ്ഞൊരു 5, ഞാൻ പറഞ്ഞില്ല മാക്സിമം ഒരു 5 സ്ട്രാൻഡ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് നമ്മുടെ കണ്ടെയ്നറിൽ തന്നെ എടുത്ത് ഇങ്ങനെ വെക്കാം. പൊടിച്ച് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കിനി നന്നായിട്ട് ഇതിനുള്ളിലെ കളറ് നമുക്ക് കിട്ടണം. അതിന് ഒരു ചെറിയ ഐസ് ക്യൂബ് ഇടുക. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ കളർ ഇളകും കേട്ടോ. അത് നമ്മൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്ക് ഇട്ടാലും മതി. ഞാനിപ്പോൾ ഈ പാത്രം എടുത്തുന്നുള്ളൂ. ക്രഷ്. പെട്ടെന്ന് ഇതിൽ മെൽട്ടാവുകയും ചെയ്യും, നന്നായിട്ട് കളറ് കിട്ടും. ചൂടുവെള്ളത്തിൽ നമ്മൾ ഇടുന്നതിനേക്കാളും ശരിക്കുമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുള്ളൂ. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അത് തിളപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഐസാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്ലേവറും നമുക്കതിൽ കിട്ടുകയും ചെയ്യും. ഒരു 5 6 സ്ട്രാൻഡ്സേ ഉള്ളൂ ഇതിൽ, പക്ഷേ ഇത്രയും നമുക്കതിൽ നിന്ന് കിട്ടി. ഈ ഒരു പ്രോസസ്സ് വഴി ചെയ്യുമ്പോഴാണ് നല്ല പോലെ അത് കളറ് കണ്ടോ വരുന്നത്. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഇത്രയും കളറ് കിട്ടില്ല. ഇനി നമുക്ക് കുങ്കുമപ്പൂവ് നമ്മളിതാ ഇതുപോലെ കുറച്ച് മതി. ഇപ്പം 4 പേർക്കൊക്കെ കഴിക്കാൻ ധാരാളം ഉണ്ട്. അമാസിൻ്റെ ക്രീമിലൊക്കെ ഇനി കുങ്കുമപ്പൂവ് ഉണ്ടായിരിക്കും. നമ്മുടെ ക്രീം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കൊക്കെ ഇട്ടിരിക്കുകയാണ്, വൈകാതെ തന്നെ വരും കേട്ടോ. പാല് താല്പര്യമുള്ളവർക്ക് പാല്, അല്ല ഇളം ചൂടുവെള്ളമാണ് താല്പര്യമെങ്കിൽ അങ്ങനെ. നിങ്ങളിപ്പോൾ ബയോട്ടിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആയാലും ഇതുപോലെ ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. മിക്സ് ചെയ്യാം. ഇത് 1 കപ്പ് നമ്മൾ രാത്രി, ശരിക്കും ഇതൊരു ആങ്സൈറ്റി ഉള്ളവർക്ക്, അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുതലുള്ളവർക്ക്, എപ്പോഴും ടെൻഷനുള്ളവർക്ക് ഒക്കെ നമ്മൾ കുങ്കുമപ്പൂവ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഡിപ്രഷൻ പേഷ്യൻസിനൊക്കെ പറയാറുമുണ്ട്. അപ്പോൾ ഇത് ചില ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ, എന്നാലും നമുക്കൊരു കാമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് വളരെ നല്ലതാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കുക. സ്കിന്നിന് വളരെ നല്ലതാണ് കുങ്കുമപ്പൂ കഴിക്കുന്നത് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഉള്ളിലേക്കാണത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം പുറത്തേക്ക് നല്ല വൃത്തിയായിട്ട് വന്നോളൂ. അപ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ ആയി ഇങ്ങനെയാണ് ശരിക്കും ഒരു ഒത്തൻറ്റിക് രീതിയിൽ നമുക്ക് നന്നായിട്ട് കുങ്കുമപ്പൂവിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നൈറ്റ് കിടക്കുന്നതിന് മുൻപ് ഒരു 1 hour ബിഫോറൊക്കെ നമുക്കിത് എടുക്കാം കേട്ടോ. അതുപോലെ രാവിലെയും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റിന് മുൻപും കഴിക്കാം. ആകെ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മിൽക്ക് അത് ഒഴിവാക്കിയിട്ട് ചൂടുവെള്ളം ആയാലും നമുക്കിതുപോലെ കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.